തലയടിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ വീഴുന്ന സമയത്ത് അവർ അലമുറയിട്ട് കരയും എന്നുള്ളത് ഉറപ്പാണ്. അത് കണ്ട് നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. അവരെ എടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ച് തലയുടെ വേലും ഭാഗം മുഴച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെ ഐസ് പാക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യം ഉണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. ഒന്നാമത്തെ കാര്യം, മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ വായിൽ നിന്നോ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ കാര്യം, മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ വെളുത്ത ദ്രാവകങ്ങൾ, ഏതെങ്കിലും ദ്രാവകങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ടോ നോക്കുക. മൂന്നാമത്തെ കാര്യം, കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടോ നോക്കുക. നാലാമത്തെ കാര്യം, കുട്ടിയുടെ കൈയിനോ കാലിനോ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അഞ്ചാമത്തെ കാര്യം, കുട്ടി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണോ, അതായത് ചുറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണോ എന്ന് നോക്കുക. ആറാമത്തെ കാര്യം, കുട്ടിക്ക് അപസ്മാരം വല്ലതുണ്ടോ എന്ന് നോക്കണം. ഏഴാമത്തെ കാര്യം, കുട്ടിക്ക് ഒന്നിൽ കൂടുതൽ തവണ കുട്ടി ഛർദ്ദിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എട്ടാമത്തെ കാര്യം, മുതിർന്ന കുട്ടികളാണെങ്കിൽ കേൾവിക്കോ കാഴ്ചക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഒമ്പതാമത്തെ കാര്യം, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കൺസോളബിൾ ക്രൈ, അതായത് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവസാനത്തെ കാര്യം, കണ്ണിന് ചുറ്റും അല്ലാന്നുണ്ടെങ്കിൽ ചെവിക്ക് പുറകെ ഇതുപോലത്തെ മാർക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറുടെ സഹായം നിങ്ങൾ തേടേണ്ടതാണ്. ഇങ്ങനെ ഇല്ല എങ്കിൽ കൂടി വരുന്ന 48 മണിക്കൂർ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറുടെ സഹായം തേടേണ്ട ഒരു കണ്ടീഷനാണ്.